ആര്യൻ ജിസൈൽ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന സമയത്ത് അനുമോളെ ലാലേട്ടനൊക്കെ ചോദ്യം ചെയ്യുന്നൊരു എപ്പിസോഡുണ്ട്. ആ സമയത്ത് അനുമോളുടെ മുഖത്ത് വന്ന ഒരു സ്ഥായി ഭാവമുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ മുഖത്ത് നോക്കാൻ മടി, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഭാവം കുറേ നാളുകൾക്ക് ശേഷം കണ്ട ഒരു എപ്പിസോഡാണിത്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 69ാമത്തെ ദിവസം ലാലേട്ടൻ വന്നിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ്. അയ്യോ, PR-ൽ നിന്ന് ആരംഭിച്ച് ഷാനവാസിൽ അവസാനിച്ച ഒരു ഭീകരാത്മക എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിതിൻ്റെ പ്രൊമോ ഒക്കെ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചായിരുന്നു ഇതിങ്ങനെ 1-2 സാധനങ്ങളൊക്കെ പറയും, പക്ഷേ എന്നാലും അത്ര കാര്യമായിട്ടൊന്നും ഡീൽ ചെയ്യില്ലാന്ന്. പക്ഷേ ഈ എപ്പിസോഡിൽ അത് അതിശക്തമായിട്ട് PR ഒരു ഡിസ്കഷനാക്കി മാറ്റി. ആ ഡിസ്കഷനിൽ നിന്ന് പിന്നീട് ഷാനവാസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം ഷാനവാസിൻ്റെ തെറ്റുകൾ, അയാൾ തിരുത്തേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായിട്ട് തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ ബിഗ് ബോസും ലാലേട്ടനും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ തിരുത്തണമായിരുന്നു. വിലക്കാൻ മറന്ന് അവസാനം വിലക്കാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ് വിലങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവസാനം കണ്ടത്. ഇത്തവണത്തെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാതിരുന്നൊരു കാര്യം ചെയ്തുകൊണ്ടാണ് അവർ ആരംഭിച്ചത്. ഒന്ന്, ഓഡിയൻസിലേക്ക് അവരൊരു ഉമ്മയും മകനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്, അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്ഥിരമായി അവരെല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്നതാണ് അത്ര. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ലാലേട്ടൻ പോയ ആഴ്ച എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ് വീഡിയോ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു. ഇത് പക്ഷേ ഹൗസ് മേറ്റ്സിനെ ആരെയും കാണിക്കാറില്ല. ഇപ്രാവശ്യം അത് ഹൗസ് മേറ്റ്സിനെ കൂടി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. കാരണം ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട 2 ഡിസ്കഷൻസ് നടത്താനുണ്ടായിരുന്നു. അതിലൊന്നാമത്തത് PR-നെ കുറിച്ചുള്ളതായിരുന്നു. ആദ്യമേ അനുമോളെയാണ് ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തുന്നത്. ഇവിടെ PR ഉണ്ടോ, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ കോൺവെർസേഷൻ്റെ ഒരു അന്തസത്ത നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഈ ഒരു ഡെയിലി മോർണിംഗ് ടാസ്കിൻ്റെ സമയത്താണ് ഈ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നത് PR-നെ കുറിച്ച് ഇവർ സംസാരിക്കാൻ. അപ്പോൾ ബിന്നി പറഞ്ഞു എന്നോട് അനുമോൾക്ക് PR ഉണ്ടെന്നും 16 ലക്ഷം രൂപയ്ക്കാണ് PR കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്ന് അനുമോൾ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല. പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുള്ള ആദിലും നൂറയുണ്ടല്ലോ, അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് അനുമോൾ ഇത് ഡിഫെൻഡ് ചെയ്താണ്. പക്ഷേ ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഇത്ര എമൗണ്ടിനൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അത് പറഞ്ഞതാകാം എന്നുള്ളതാണ്. അതായത് ഓൾറെഡി PR-നെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ ലാലേട്ടൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അതുണ്ട്. കാരണം നമ്മളെല്ലാവരെയും കുറിച്ച് അന്വേഷിക്കുന്നതാണ്, എല്ലാവർക്കും PR ഒക്കെ ഉണ്ട്. ആ സെൻറ്റൻസ് ആക്ച്വലി ഇറ്റ് കൺക്ലൂഡ്സ് ഓൾ. നിങ്ങളങ്ങനെ വലിയ ഡയലോഗൊന്നും പറയണ്ട. പിന്നെ ഈ PR ഏജൻസികൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രേക്ഷകർ പുറത്തുനിന്ന് കാണുന്നതാണല്ലോ. ഒരാളെ നന്നായി കാണിക്കാൻ വേണ്ടി ഇപ്പോൾ സാബുമാൻ പറയുന്നൊരു കാര്യമുണ്ട്. PR ഏജൻസികളെ കുറിച്ച് അയാളുടെ അറിവ് പങ്കുവെക്കുന്നതാണ്. അവർ വരും, നമ്മളെങ്ങനെ കളിക്കണമെന്നൊക്കെ പറഞ്ഞു തരും, നമുക്ക് ട്രെയിനിങ് തരും. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മളെ ഒരു ഹീറോ ആക്കി കാണിക്കുമെന്ന്. പക്ഷേ ആക്ച്വലി ഒരാളെ ഹീറോ ആക്കി കാണിക്കുന്നത് അയാൾ കാണിച്ച നല്ല കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല. നല്ലവനക്ക് നല്ലവൻ എന്നുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനല്ല ഇവർ ശ്രമിക്കുന്നത്. ഒരാൾ ചെയ്ത ഏറ്റവും മോശം കാര്യത്തിന് നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് പെരുപ്പിച്ച് അങ്ങനെ അയാളെ ഹീറോ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ കുടുംബങ്ങൾ, കരിയർ എല്ലാത്തിനും എടുത്തുകൊണ്ട് വന്ന് മോശക്കാരാക്കി കാണിച്ച് ആ രീതിയിലാണ് PR ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്. അത് ആക്ച്വലി ഈ ഗെയിമിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ PR ടീംസ് PR ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ ഔട്ടായി കഴിയുമ്പോൾ ബിഗ് ബോസ് അൺഫെയർ ആണ്, ബിഗ് ബോസ് അങ്ങനെയാണ് എന്ന് പറയുന്നൊരു ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസിന് ഉണ്ടാക്കുന്നൊരു ചീത്തപ്പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും PR ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ PR ഏജൻസികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടാണ് അകത്തേക്ക് വന്നത് എന്നുള്ളത് തുറന്ന് കാണിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് അവരെ ധരിപ്പിക്കുക. ഇതാണ് നമ്മൾ ആ ഡെയിലി അനാലിസിസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഉദ്ദേശമാണ് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസിന് ഉണ്ടായിരുന്നത്. അനുമോൾ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും 15, 20, 25 ഒക്കെ വന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി അന്വേഷിച്ചത് നൂറയുടെ മുഖമായിരുന്നു. കാരണം ഓളിത് ബിന്നിയോടൊന്നും പറയില്ല, പറയുകയാണെങ്കിൽ നമ്മളോടെ പറയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ നിഷ്കളങ്ക ഹൃദയയുടെ ആ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. മറ്റൊരാൾ ലാലേട്ടൻ ഇതേ കാര്യത്തിന് ഉയർത്തുന്നത് അനീഷിനെയാണ്. അനീഷ് PR എന്ന് കേട്ടിട്ടേ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടൻ്റെ സ്റ്റൈലിൽ ചോദിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്ര ഡീപ്പായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനീഷ് വീണ്ടും ന്യായീകരിക്കുകയാണ്. 5 വർഷമായി ബിഗ് ബോസിന് വേണ്ടി ലീവ് എടുത്ത് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അനീഷ് അത് തിരുത്തുന്നുണ്ട്. ഞാൻ 2 വർഷമേ ആയിട്ടുള്ളൂ ലീവ് എടുത്തിട്ട് എന്നൊക്കെ. അപ്പം ലാലേട്ടൻ പറയുന്നത് ഇതിന് ഇടയിൽ പല ആളുകൾ, ഇപ്പോൾ അനുമോളെ ആണെങ്കിലും അനീഷിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ ലാലേട്ടൻ അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് തന്നെ ഇതൊക്കെ വന്ന് വീഴുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഈ ലാലേട്ടൻ ഏറ്റവും അവസാനം പറഞ്ഞാൽ ശ്രദ്ധിച്ച് കളിക്കൂ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഇതും കൂടിയാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന് നമ്മൾ പറയുന്ന അങ്ങനെ ഒരാൾക്ക് ഒരു പക്ഷേ PR എന്ന് പറയുന്നൊരു വാക്ക് പുതിയതായിരിക്കാം. ഇപ്പോൾ അവിടെ ഗസ്റ്റായി വന്നിട്ടുള്ള ഉമ്മ പറയുന്നത് പെരിയാർ എന്നാണ്. അവർക്ക് അങ്ങനെ
തന്നെയാണ് ആ വാക്ക് കിട്ടുന്നത്. പക്ഷേ PR എന്ന് പറയുന്ന എന്തോ സാധനമുണ്ട്, എന്തോ അഴിമതിയാണ് എന്നൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് PR എന്ന് ആ ഗെയിമിലെ കണ്ടസ്റ്റൻസിനെ കൊണ്ട് തന്നെ ലാലേട്ടൻ സംസാരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അനീഷിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫോൾട്ട്, അനീഷ് തെറ്റായി പറഞ്ഞ ഒരു ഇൻഫർമേഷൻ, അത് ലാലേട്ടൻ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്, തെളിവുകളടക്കം. അതായത് ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, വരണം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് വെറും 3 ദിവസം മുമ്പ് മാത്രമാണ് എന്നാണ് അനീഷ് പറയുന്നത്. അത് അനീഷിൻ്റെ ഈ സാധാരണക്കാരൻ കാർഡിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സെലിബ്രിറ്റിയോടാണെങ്കിൽ നേരത്തെ പറയും ഞങ്ങളൊക്കെ സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങളോട് ഇത്ര വൈകിയാണ് പറഞ്ഞത്, അതുകൊണ്ട് PR-നുള്ള പ്രിപ്പറേഷനുള്ള ഒരു സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ PR ഡിസ്കഷൻസ് പ്രോപ്പറായി നടന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് ആക്ച്വലി ബിഗ് ബോസ് ഈ കണ്ടസ്റ്റൻസിനോടൊരു വിഭാഗീയത കാണിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് ബിഗ് ബോസിൻ്റെ എല്ലാവർക്കും തുല്യമായ അവകാശം കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു മിസ്ഇൻഫർമേഷനാണ്. അത് ലാലേട്ടൻ തിരുത്തുന്നുണ്ട്. നിങ്ങളോടും 12 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തെളിവെടുത്ത് മുന്നിൽ വെക്കുമെന്ന്. അപ്പോൾ അനീഷ് പിന്നീടാണെങ്കിലും അയാളുടെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് എനിക്കതിൽ ശ്രദ്ധേയമായിട്ട്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നത്. അതിലൊന്ന്, ലക്ഷ്മി ഇയാളെ ഇത് ചോദ്യം ചെയ്യുമ്പോൾ, ലാലേട്ടൻ ഇല്ലാത്ത സമയത്ത് അനീഷിനോട് ലക്ഷ്മി നിങ്ങൾ ഈ പറഞ്ഞത് നുണയല്ലേ എന്ന് ചോദിക്കുമ്പോൾ റെസ്പെക്റ്റ്ഫുള്ളി ആണ് അനീഷ് ലക്ഷ്മിയോട് സംസാരിക്കുന്നത്. നീ ആരാടി അത് ചോദിക്കാൻ, എന്നോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡൊന്നും അനീഷ് അവിടെ കാണിച്ചിട്ടില്ല. വളരെ റെസ്പെക്റ്റ്ഫുള്ളി ലക്ഷ്മിക്ക് മറുപടി കൊടുക്കുന്നു, തനിക്ക് സംഭവിച്ച തെറ്റാണിത് എന്ന് പറയുന്നു. 2ാമത്തെ കാര്യം, അനീഷ് ഇത്തരം ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ഇനി ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് പ്രേക്ഷകൻ എന്ന നിലയിൽ, ഇതുവരെ അയാളുടെ ഗെയിം കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, തിരുത്തപ്പെടാൻ സാധ്യതയുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനൊരു തെറ്റുണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം കടുത്ത ക്ഷീണം അനുഭവിക്കുന്ന ചില ആൾക്കാരിൽ നിന്ന് അങ്ങനെയല്ല കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സഭ്യമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കണം എന്ന് ഒന്നിലധികം ആളുകളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരംഭിക്കുന്നത് ആദിലിൽ നിന്നാണ്. അനീഷും ആദിലയും തമ്മിൽ ഈ കൊളാബറേഷൻ ഡ്രസ്സ് പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ലാലേട്ടൻ ആദിലയോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി സഭ്യമായി സംസാരിക്കാമായിരുന്നു ആദില എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് മാന്യവും സഭ്യവുമായ വാക്കുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പറയുമ്പോൾ ആദില മാത്രമല്ല പലരിൽ നിന്നും എന്നുകൂടി ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴേ ഒരു സ്പാർക്ക് അടിച്ചു. ഈ മാന്യവും സഭ്യവും അല്ലാത്ത രീതിയിൽ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പലരിലേക്കും എത്തുമെന്ന്. കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം എന്ന് ആദിലയോട് പറഞ്ഞിട്ട്, ഇതൊരു എല്ലാവരോടും കൂടി പറയുന്നത് പോലെ പറഞ്ഞു തുടങ്ങുന്നതാണ്. ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കുമ്പോൾ ഷാനവാസ് എന്ന് പറഞ്ഞ് പിന്നെ ഷാനവാസിലേക്കാണ് തിരിയുന്നത്. നിങ്ങൾ സ്ത്രീകളോട് മോശമായാണ് സംസാരിക്കുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇതിന് നിങ്ങളെ ഇനി ഞാൻ വെറുതെ വിടില്ല, നല്ലൊരു പണിഷ്മെൻറ്റ് തരും എന്നീ എപ്പിസോഡിൻ്റെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ പല ആൾക്കാരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഈ പറയുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോഴും ഒരാൾ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. ആക്ച്വലി അയാളൊരു നല്ല എൻ്റർടൈനറാണ്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി രസകരമാണ്. ലാലേട്ടനുമായിട്ടുള്ള അയാളുടെ കെമിസ്ട്രി വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് നെവിനാണ്. നെവിൻ എന്തായാലും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആൾക്കാരുടെ അടുത്ത് വൃത്തികേടൊന്നും പറഞ്ഞ് നടക്കുന്നില്ല. അയാൾക്ക് പറയാനുള്ളത് രസകരമായ ഒരു രീതിയിൽ, ഈവൻ നെവിൻ ശപിക്കുന്നത് കേൾക്കാനൊരു രസമാണെന്ന് തോന്നും. അത് അയാൾ മനസ്സിൽ അങ്ങനെ ശപിക്കാൻ വേണ്ടി ശപിക്കുന്നൊന്നും ആയിരിക്കില്ല, പക്ഷേ ആ ഒരു ടോൺ ഉണ്ടല്ലോ സംസാരത്തിലുള്ള, അത് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നെവിൻ്റെ അടുത്ത് കൊളാബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ഷൂ ആര്യൻ്റെ കൊളാബാണ്, ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൊളാബാണ് എന്നൊക്കെ പറഞ്ഞ് ആ മൊമെൻറ്റിൽ അയാൾ ഉണ്ടാക്കുന്ന ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്ന ആ ഗസ്റ്റ് ആയിട്ടുള്ള ഉമ്മയുണ്ടല്ലോ, അവർ പറയുന്നത് തന്നെയാണ് ബിഗ് ബോസും പറയാൻ ആഗ്രഹിച്ചത്. പെരിയാർ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ പെരിയാർ കൊടുത്താലും പുറത്ത് നിൽക്കണവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. ഇവിടെ പലരും PR പുറത്ത് കൊടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷേ PR കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് നല്ല ഗെയിം എടുത്തിട്ടില്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം പറയാമെന്നുള്ളതാണ്. ബിഗ് ബോസ് അവിടെ ആഡ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും PR ഏൽപ്പിച്ചിട്ടാണ് വന്നതെങ്കിൽ നിങ്ങളുടെ PR ഏജൻസികൾ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഹാവൃത്തികെട്ട പരിപാടിയാണ്. അതുമാത്രമല്ല, അവർ ട്രെയിനിങ് തന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ വളരെ മോശം സെലക്ഷനായിപ്പോയി. കുറച്ചും കൂടി ബെറ്റർ PRനെയൊക്കെ സെലക്ട് ചെയ്യാമായിരുന്നു എന്നുകൂടിയേ എല്ലാവരോടും കൂടിയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നി. എന്തായാലും ആ ഉമ്മ ഇരിക്കുന്നതിന് മുമ്പ് ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മറ്റേ സീക്രട്ട് ടാസ്ക്, അത് ഷാനവാസാണ് കുളമാക്കിയതെന്നും ആര്യനാണ് നന്നായി കളിച്ചതും എന്ന് ആ ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഷാനവാസ് എല്ലാ ഗെയിമും കുളമാക്കുന്നതാണ് അല്ലേ എന്നുള്ളത്. ഷാനവാസ് ആ ഗെയിം കുളമാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഇമേജ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ ബ്രേക്കിൻ്റെ സമയത്താണ് ഷാനവാസും ലക്ഷ്മിയും തമ്മിലൊരു അടി നടക്കുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും എഡി ബോഡി എന്ന് വിളിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് ലക്ഷ്മി ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഷാനവാസ് അവിടെ ഇരുന്ന് പറയുകയാണ്. ഇംഗ്ലീഷിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിർത്തുന്നത്. പക്ഷേ
എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കണ്ടത് ഷാനവാസിൻ്റെ ദുരവസ്ഥയായിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാലേട്ടൻ എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും ഷാനവാസ് അത് അംഗീകരിക്കും. പക്ഷേ ഷാനവാസിൻ്റെ അല്ലാന്നേ ഉള്ളൂ. അക്ബറിൻ്റെ ഒരു തെറ്റ് ലാലേട്ടൻ ചൂണ്ടിക്കാട്ടുന്നു, അപ്പോൾ തന്നെ ഷാനവാസ് അത് അംഗീകരിക്കുന്നു. അനീഷിൻ്റെ ഒരു തെറ്റ് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നു, ഷാനവാസ് അംഗീകരിക്കുന്നു. പക്ഷേ സ്വന്തം തെറ്റ് മാത്രം പുള്ളി അംഗീകരിച്ചു കൊടുക്കില്ല. പണിഷ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ അപ്പം താങ്ക് യു എന്ന് പറഞ്ഞാളെ. അത് കഴിഞ്ഞ് ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്ന ലാലേട്ടൻ അനീഷ് അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തിരുത്താനായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആര്യനെ എണീപ്പിച്ച് നിർത്തി ആ ഡാൻസിൻ്റെ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നു. ഒരാണ് പെൺവേഷം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് അനീഷിനോട് പറയുന്നത്, അനീഷ് റീൽസ് ചെയ്യുന്ന ആളാണോ? അഭിനയിക്കാൻ അറിയാവുന്ന ആളല്ലേ? അഭിനയം അത്ര മോശം കാര്യമൊന്നുമല്ല, പെർഫോമൻസ് എന്ന് പറയുന്നത് അതൊരു നല്ല ജോലിയാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നത്. ഇവരിൽ പലരും ഈ അഭിനയത്തിനെക്കുറിച്ച്, അതായത് നീ കാണിക്കുന്നത് ഇത് അഭിനയമാണ്, ഷാനവാസ് പറയാറുണ്ട്, അനീഷ് പറയാറുണ്ട്, അഭിനയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആ ഗെയിമിലും അഭിനയിക്കേണ്ടി വരും. അതും ലാലേട്ടൻ പറയുന്നുണ്ട്. കാരണം ഇതൊരു പെർഫോമൻസ് ആവശ്യമുള്ള ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൽ നിങ്ങൾ അഭിനയിക്കേണ്ടി വരും. എന്തായാലും ആ ഡാൻസിൻ്റെ ടാസ്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അനുമോൾക്ക് ഒരു താങ്ക്സ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല മേക്കപ്പ് ഇട്ട് കൊടുത്തത് അനുമോളാണെന്നുള്ള രീതിയിൽ. പക്ഷേ എന്നിട്ടും അനുമോളുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞില്ലായിരുന്നു. എങ്ങനെ തെളിയും? തുടക്കത്തിൽ തന്നെ ഫ്യൂസ് അടിച്ചുപോയി. അത് കഴിഞ്ഞാണ് വിശിഷ്ട വ്യക്തികളിലേക്ക് ലാലേട്ടൻ കടക്കുന്നത്. ആദില, നൂറ, ഷാനവാസ്. ഇവർ 3 പേരും കൂടി ഈ ടാസ്കിൽ ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ആരാ? അയ്യോ എന്താ എന്നൊക്കെയുള്ള ഭാവത്തിൽ പാവാ നൂറ എണീറ്റ് വെക്കുന്ന സമയത്ത് അത് അക്ബറിനെ ആയിരുന്നു എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഷാനവാസിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുന്നത്? അതായത് ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ എന്തിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണമെന്നുള്ളതാണ് ഷാനവാസിൻ്റെ ചിന്ത. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്ത് ദ്രോഹമാണ് അക്ബർ ചെയ്തത്? കാരണം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂടെ നടക്കാത്തതും നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു തരാത്തതും ഒക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന ദ്രോഹം എന്നുള്ള ചോദ്യം അത് കേട്ടപ്പോൾ സത്യം പറയാലോ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കൈയടിക്കാൻ തോന്നി. പക്ഷേ ആദിലേക്ക് നൂറയ്ക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ആക്ച്വലി ആദിലോട് നൂറയോട് അക്ബർ ഡയറക്റ്റായിട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇക്കാക്ക കൊടുത്തിട്ടുള്ള വെറുപ്പാണല്ലോ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഷാനവാസിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ദ്രോഹത്തിൻ്റെ കഥ പറയും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അക്ബർ അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇവർ തുടക്കത്തിൽ വന്നപ്പോൾ എന്നോട് നല്ല വൈബൊക്കെ ആയിരുന്നു, പക്ഷെ പിന്നീട് മാറിപ്പോയി. ഷാനവാസ് പറയുന്നത് അക്ബറിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എവിക്റ്റ് ആയി പോകും, അതുകൊണ്ട് ഞാൻ ഇവർ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അക്ബറിൻ്റെയും ആര്യൻ്റെയും ഒന്നും ഗ്രൂപ്പിൽ കയറാൻ പറ്റാതിരുന്ന് അഭിലാഷിൻ്റെയും ഒനീലിൻ്റെയും ടീമിലേക്കാണ് ഷാനവാസ് പോയത്. അവർ രണ്ടുപേരും ഇപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത്. ആ കാര്യത്തിനെക്കുറിച്ച് ഇവരെന്താ ചിന്തിക്കാത്തതെന്ന് നമുക്ക് തോന്നിപ്പോകും. ആദില പറയുന്നത് അക്ബർ എല്ലാം വളച്ചൊടിച്ച് കളയും എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് നിങ്ങളും ചെയ്യാറില്ലേ? നിങ്ങളും എല്ലാവരോടും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞൊരു ബ്രേക്കിന് ശേഷം നമ്മുടെ ലാലേട്ടൻ സീക്രട്ട് ടാസ്കിലേക്ക് കടക്കുകയാണ്. ഷാനവാസിനോടാണ് ഫസ്റ്റ് ചോദ്യം. ഷാനവാസ്, ആരാണ് ആ സീക്രട്ട് ടാസ്കിൽ ജയിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ ലാലേട്ട എന്നാണ് പുള്ളിയുടെ മറുപടി. അത് ആക്ച്വലി ഒരു കനമുള്ള ചോദ്യമായിരുന്നു. ആരാണ് ഷാനവാസെ ജയിച്ചതെന്ന്? നിങ്ങളല്ലേ ആ ഗെയിം ഇല്ലാതാക്കിയത്, എന്നിട്ടും അവർ ജയിച്ചില്ലേ എന്നൊക്കെയുള്ള കുറച്ച് അർത്ഥങ്ങൾ നമുക്കതിൽ കാണാം. സീക്രട്ട് ടാസ്ക്കാണ്, അത് രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പിന്നീട് അങ്ങോട്ടുള്ള കോൺവെർസേഷനിൽ മുഴുവൻ ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ പറയുമ്പോഴും എനിക്കറിയില്ല ലാലേട്ട, എനിക്ക് ഈ സീക്രട്ട് ടാസ്ക് അറിയില്ല, ഞാൻ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എനിക്കിതിനെക്കുറിച്ച് ഒരു പിടിയും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഈ ഒരു പകുതി കഴിയുമ്പോഴേക്കും, എപ്പിസോഡിൻ്റെ പകുതി കഴിയുമ്പോഴേക്കും ഷാനവാസിന് അങ്ങ് ടെമ്പർ തെറ്റി ദേഷ്യം വന്ന് ലാലേട്ടനോട് വരെ ദേഷ്യം തോന്നുന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഈ അറിയാൻ പാടില്ലാത്ത കളി കളിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഇങ്ങോട്ട് പോര് എന്ന് ലാലേട്ടൻ പറയുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ അത് പറഞ്ഞില്ല. ഷാനവാസിൻ്റെ ന്യായീകരണം കണ്ടപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിച്ചു, നിങ്ങളെ വിളിച്ച ആൾക്കാരാണോ കുഴപ്പം എന്നുള്ളത്. അപ്പോൾ അക്ബറാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ലാലേട്ടൻ അക്ബറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, അക്ബറെ എന്തിനാണ് അക്ബറെ വിളിച്ചത്? ശരിക്കും നമ്മളും ആ ടാസ്ക് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ചോദിക്കാൻ തോന്നിപ്പോയ അതേ കാര്യം, എന്തിനാ അക്ബറെ ഇങ്ങനെ വിളിച്ചത്? നിനക്ക് വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തുകൂടായിരുന്നു എന്ന് അത് ലാലേട്ടന് ചോദിക്കുന്നു. എല്ലാവരും പറഞ്ഞതല്ലേ, കൊടുക്കുന്ന ടാസ്ക് മുഴുവൻ കുളമാക്കുന്ന കാര്യത്തിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. ഇതൊക്കെ ലാലേട്ടൻ പറയുന്ന ഡയലോഗാണെന്ന് ഓർക്കണേ. അപ്പോൾ ഷാനവാസിന് സഹിച്ചില്ല. ഇത്രയും നാളിനിടയിൽ ഞാൻ ഏത് ഗെയിമാണ് കുളമാക്കിയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ലക്ഷ്മിയെ കൊണ്ടാണ് ലാലേട്ടൻ പറയിക്കുന്നത്. ആ ഫാക്ടറി ടാസ്ക് കുളമാക്കി, ബോട്ടിൽ ടാസ്ക് കുളമാക്കി. കാരണം ഷാനവാസ് ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ആ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇടി പൊടി എന്നൊക്കെ വിളിച്ച് ടാസ്ക് കുളവാക്കി ഇങ്ങനെ നടക്കുകയാണ്. മീശപിരിയും ഭാഷയും ചേട്ടച്ചങ്കളിയും ഒക്കെ ആയിട്ടാണ് ഷാനവാസ് ഫോക്കസ്ഡ് ആവുന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഷാനവാസിന് ഏത് ഗെയിമിലാണ് ഫോക്കസ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുക? കാരണം ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ തലയിൽ അത്രയും പരിപാടികൾ ഓടിക്കൊണ്ടിരിക്കുക. ആദിലയും നൂറയും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഇന്ന ആളുകളെ എന്നൊക്കെയുള്ളത് ഉറപ്പാക്കണം. ഇവരൊക്കെ എനിക്കെതിരെ കളിക്കുകയാണ്, അതിനെതിരെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം. മീശയുടെ പിരി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം.
ആരെങ്കിലും ഇടിപൊടി എന്ന് ഞാൻ വിളിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും മെക്കിട്ട് കയറാനുള്ള അവസരങ്ങൾ എപ്പോഴും നോക്കിയിരിക്കണം. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ആ മനുഷ്യന് ടാസ്ക് മനസ്സിലാക്കാനും കളിക്കാനും സമയം കിട്ടുന്നത്? പിന്നെയും ഷാനവാസി ലക്ഷ്മി പറയുന്നതിന് ഇടയ്ക്കൊക്കെ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ദിവസം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാനവാസ് ഒരുപാട് വട്ടം ഇടയ്ക്ക് കയറുകയും ലാലേട്ടൻ അവസാനം ഷാനവാസ് ഒരാൾ പറയുമ്പോൾ അതിരുന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും എന്നുള്ളത് പറയുകയും ഷാനവാസിനെ വീണ്ടും വീണ്ടും സൈലൻ്റ് ആക്കി, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം എന്ന് പറയുന്ന കാര്യം അയാളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഷാനവാസ് പല ഗെയിമുകളും കുളമാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ശേഷം ആ ഗെയിം എങ്ങനെയാണ് അവർ നന്നായി കളിച്ചതെന്നുള്ളത് എല്ലാവർക്കുമായിട്ട് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് അനുമോളുടെയൊക്കെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തോന്നി ഈ ഗെയിം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവുമെന്ന്. എന്തായാലും അനുമോളാണ് ആ ഗെയിം അവസാനിപ്പിച്ചത്, അതായത് സാബുമാനെ കുളിമുറിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഊഹം വെച്ച് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ അനുമോൾ പറയുമ്പോൾ ലാലേട്ടൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, CID പണി നിർത്തിയിട്ടില്ലല്ലേ? പക്ഷേ ഷാനവാസ് ക്ലൂ തന്നുകൊണ്ടൊന്നും അല്ലല്ലോ എന്ന്. കാരണം ഷാനവാസ് ചെയ്തത് അക്ബർ ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഓടി നടന്ന എല്ലാവരോടും പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഒരു സൈഡിൽ ഈ ഗെയിം എങ്ങനെ നന്നായി കളിച്ചു അവർ എന്നുള്ളത് ബാക്കി എല്ലാവരും കാണുക എന്നുള്ളത് അതൊരു ആവശ്യമായിരുന്നു ആക്ച്വലി ആ വീഡിയോ പ്ലേ ചെയ്യാന്നുള്ളത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നെവിനെ സെലക്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ നെവിൻ ആയിരുന്നെങ്കിൽ ഈ ഫുഡൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ബഹളം വെക്കുമെന്ന് ആര്യൻ പറയുന്നുണ്ട്. ലാലേട്ടൻ തിരിച്ച് ചോദിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നല്ല കറക്റ്റ് ആളെയാണല്ലോ സെലക്ട് ചെയ്തതെന്നാണ്. അപ്പോൾ അക്ബർ കിട്ടുന്ന സമയത്ത് ഗോൾ അടിക്കുന്നുണ്ട്. അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണെന്ന്. മാത്രമല്ല അനീഷിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അനീഷ് ആരാണോ അനീഷിനോട് പോയി പറയുന്നത് അവരോട് നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയേ ഉള്ളൂ എന്ന് തെളിവ് സഹിതം എല്ലാവരും സമർത്ഥിക്കുന്നുണ്ട്. ഷാനവാസ് പിന്നെയും പറയുന്നത് ഇവരെന്നെ വന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ ഇത് എനിക്കിട്ടുള്ളൊരു പണിയാണ് എന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? ആൻഡ് അതിന് കാരണമായിട്ട് ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ആദ്യം വന്ന സമയത്ത് ഇവർക്ക് കൊടുത്തിട്ടുള്ള പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്ക് ഉണ്ടല്ലോ, അതിൽ ഷാനവാസിനെ ഔട്ടാക്കാൻ ഇവർ നോക്കിയത്രേ. അതിൻ്റെ പേരിലാണ് ഇവരെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് ഷാനവാസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ കാരണങ്ങളൊന്നും ഷാനവാസിന് പറയാനില്ല. അപ്പോൾ അക്ബർ അതിന് മറുപടി കൊടുക്കുന്നത് എടോ ആ ടാസ്ക് അങ്ങനെയായിരുന്നു, നമ്മളൊരാളെ ഔട്ടാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ടും പാവം തോന്നി ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിളിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഷാനവാസ്, അതായത് സീക്രട്ട് ടാസ്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഷാനവാസാണ് അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞു നടന്നത് ഈ ടാസ്ക് ജയിച്ച് ആര്യൻ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാ ടാസ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന പല ആളുകളുണ്ടാവും. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് വേറൊരു പ്ലെയറിനായിരിക്കും. അങ്ങനെ ബാക്കിയുള്ളവന് ഗുണമുണ്ടാകുമോ എന്ന് ആലോചിച്ച് എല്ലാത്തിനും പാര വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതായിപ്പോൾ. അതാണ് സാബുചേട്ടൻ വന്നപ്പോൾ പറഞ്ഞത്, ഒരു ടാസ്ക് കിട്ടുമ്പോൾ അത് സൈക്കോളജിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ടാസ്ക്കാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടതെന്ന്. പക്ഷേ ഷാനവാസ് ചെയ്യുന്നത് എല്ലാ ടാസ്കും കുളമാക്കി കളയാന്നുള്ളതാണ്. നെവിൻ പക്ഷേ പുള്ളിനെ ആദ്യമേ ഈ സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കാൻ വേണ്ടി ആര്യനെ വിളിച്ച സമയത്ത് നെവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നെവിൻ പറഞ്ഞാണ് ഇത് സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ എനിക്ക് തരൂ ബിഗ് ബോസ്, ഞാൻ റെഡിയാണെന്നുള്ളത്. അത് നെവിൻ ഇവിടെയും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നെ ആരും വിശ്വസിക്കരുതെന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നുള്ള ആര്യൻ്റെ ഒരു പറച്ചിലിന് നെവിൻ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഡാൻസിൻ്റെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഈ കോയിൻ കൊടുക്കുന്ന കേസ് വന്നു കഴിഞ്ഞപ്പോൾ നെവിനാണ് കോയിൻ കൊടുത്ത് ആ എൻ്റയർ ഗെയിമിൻ്റെ റിസൾട്ട് മാറ്റിയത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഫുഡല്ല ഗെയിമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അത് ആക്ച്വലി അങ്ങനെയാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ അയാളുടെ ഈ ഫുഡ് കട്ട് തിന്നൽ പരിപാടികളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും അയാൾ കിട്ടുന്നൊരു ഗെയിം, അതിലെന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ ഗെയിമിനെ അയാളുടേതായ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് നെവിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവിടെ ഒരു സംസാരം ഉണ്ടാവുകയും അക്ബറും ഷാനവാസും തമ്മിലുള്ള സംസാരം ഇങ്ങനെ മുറുകി വരുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് ലാലേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന ലാലേട്ടൻ ആദ്യം പറയുന്നത്, ഞാനിവിടെ ആഴ്ചക്ക് വരുന്നത് നിങ്ങളോട് സംസാരിക്കാനാണ്, അത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഈ ഒരു ഗെയിം കുളമാക്കിയിട്ട് താനൊരു മിടുക്കനായി എന്നുള്ള തോന്നലുണ്ടോ എന്ന് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ അവരങ്ങനെ പ്ലാൻ ചെയ്ത് വന്നാണോ എന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ളതാണ്. ലാലേട്ടൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത് തന്നെയാണ് എല്ലാവരും ഗെയിം കളിക്കുക, അതിനെ ഓവർകം ചെയ്യുന്നൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അവിടുന്ന് നേരെ ആര്യനുമായി ഉണ്ടായ ഫൈറ്റിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അതിൽ നമ്മളും കണ്ടതാണ്, അമ്മയെ വിളിക്കുന്ന പോലെ തോന്നി എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. പക്ഷേ അയാൾ അങ്ങനെ ഒരു വേർഡ് വിളിച്ചിട്ടില്ല. നിങ്ങൾ ആരുടെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല,
ശരിയാണ്, നിങ്ങൾ അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്ന് ലാലേട്ടൻ അവിടെ തിരുത്തുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 3-4 തവണ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അച്ഛനെ പറയുന്നു, അത് തെറ്റാണ്. സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ അത് തെറ്റാണ്. ലക്ഷ്മിയെ ഇപ്പോഴും പറഞ്ഞു, ഏത് ലാലേട്ടൻ ബ്രേക്ക് കൊടുത്ത സമയത്തും ലക്ഷ്മിയെ എടി ബോഡി എന്ന് വിളിച്ചു, അത് തെറ്റാണ്. ഒന്ന് ബെറ്റർ ആകൂ. ആര്യനെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വരെ നിങ്ങൾ പോയി. അത് കഴിഞ്ഞ് നേരെ അനീഷിനെ എണീപ്പിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടല്ലേ, നിങ്ങൾക്ക് തിരുത്തിക്കൂടെ എന്ന്. ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഷാനവാസ് ഇടയിൽ കയറുകയാണ്. ലാലേട്ടന് ദേഷ്യം വരുന്നുണ്ട്. ഷാനവാസിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്നുള്ളത് ഷാനവാസിൻ്റെ എക്സ്പ്രഷനിൽ വ്യക്തമായിരുന്നു. എന്തായാലും നിങ്ങൾ കൈപൊക്കിയതല്ലേ, നിങ്ങൾ പറയാൻ വന്ന കാര്യം പറയുമെന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവുമായി യാതൊരു ബന്ധമില്ലാത്ത വേറെ കുറേ ന്യായീകരണങ്ങളാണ് ഷാനവാസ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ച് നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഷാനവാസിനെ ഇരുത്തിയിട്ട് നേരെ ആദിലയുടെ അടുത്താണ് തിരിയുന്നത്. ആദിലയെ തല്ലി, എന്നിട്ട് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ റിഫ്ലെക്സ് കാര്യങ്ങൾ. ഈ അനീഷിനെ തല്ലിയതൊക്കെ ലാലേട്ടൻ എടുത്തു വെച്ച് ചോദിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല പ്രതികരിക്കുക എന്ന് വരെ പറഞ്ഞില്ലേ. ഇവിടെ നിങ്ങൾ ബ്രദർ സിസ്റ്റർ കളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്, ഗെയിം കളിക്കാനാണ് എന്ന് ലാലേട്ടൻ വാക്കാൽ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ആദിലേക്ക് വേദനിച്ചു എന്നാണ്. അപ്പോൾ ആദില പറയുന്നത് വേദനിച്ചു, പക്ഷേ ഞാൻ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും പറയാഞ്ഞത്. എന്നാൽ പിന്നെ അത് എല്ലാവരെയും പഠിപ്പിക്കൂ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ കൃത്യമായി അറിയിച്ച ശേഷം ഷാനവാസിന് ഞാനൊരു 7ൻ്റെ പണി തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷാനവാസ് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ താങ്ക് യു പറയണ്ട, അങ്ങനെയാണെങ്കിൽ ഈ ഷോ തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് താങ്ക് യു പറയേണ്ടി വരും എന്ന് ലാലേട്ടൻ, ഇറ്റ്സ് ആക്ച്വലി എ വാർണിംഗ്. പിന്നൊരു ഡയലോഗ് അത് കുറച്ച് പേഴ്സണൽ ആയിരുന്നു എന്ന് തോന്നി. ലാലേട്ടൻ ഷാനവാസിനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നാണ്. നമ്മളിവിടെ ഷാനവാസിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പ്രഷനൊക്കെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് തിരുത്താൻ ഒരു ഉദ്ദേശവും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് ശേഷം അയാൾ പറയുന്നത്, ഇവിടെ പലരും എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. സാബുച്ചേട്ടൻ വന്നപ്പോൾ എനിക്ക് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലാലേട്ടനും എന്നോട് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടുകാരൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന സംഭവം അയാൾ അവിടെ പറയുമ്പോൾ ആക്ച്വലി ലാലേട്ടൻ പറഞ്ഞതിന് ശേഷവും വീട്ടുകാരെ ചീത്ത വിളിക്കുന്ന കാര്യത്തിൽ ഷാനവാസ് ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ മൊമെൻറ്റിൽ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവുക, അതിനുവേണ്ടി അയാൾ സോറി പറയും, താങ്ക്സ് പറയും, അയാൾ വിനീത വിധേയനെ പോലെ ചിലപ്പോൾ അഭിനയിച്ച് കാണിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അയാൾക്ക് തിരുത്താൻ ഒരു ഉദ്ദേശവുമില്ല. പിന്നെ ഈ കച്ചിത്തുരുമ്പ് കാണുമ്പോൾ ഇയാൾ ചാടി വീഴുന്നതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ലക്ഷ്മിയെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ചെയ്ത അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഗെയിമിൽ ഒരു ചേഞ്ച് ഉണ്ട്. അവർ ഷാനവാസിനെ കൂടെ നിർത്തുക അല്ലെങ്കിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ അക്ബറാണ് ഷാനവാസിനെ ഈ ഗെയിമിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ മതി എന്നുള്ളത്. പക്ഷേ അക്ബർ ഷാനവാസിനെ ഈ ഗെയിമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഷാനവാസ് ഈ ഗെയിം കുളമാക്കുമെന്നും അയാൾ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നും അറിഞ്ഞിട്ട് അങ്ങനെ മനഃപൂർവ്വം എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി ഈ ഗെയിമിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഷാനവാസിന് പെട്ടെന്ന് ബൾബ് കത്തിയ പോലെ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അയാൾ ലക്ഷ്മിയോട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഷാനവാസ് ബ്ലെയിം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗെയിം കുളമാക്കിയതിന്. പക്ഷേ അയാളിത് കുളമാക്കുമെന്ന് അറിഞ്ഞിട്ടും ഇയാളെ ട്രസ്റ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്ന അക്ബറിനെ കുറ്റക്കാരനാക്കി കാണിച്ച് ഷാനവാസിൻ്റെ തോളിൽ നിന്ന് ആ കുറ്റമെടുത്ത് മാറ്റി എന്നുള്ള രീതിയിൽ ലക്ഷ്മി സംസാരിക്കുമ്പോൾ ഷാനവാസ് അവിടെ ഫ്ലാറ്റാണ്. അതിനുശേഷം എണീറ്റ് പോയി ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന ഷാനവാസിനെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഡയലോഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ വീണ്ടും അക്ബറിനെതിരെ തിരിയുന്നത്. അവിടെ ലക്ഷ്മി ഉറപ്പാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അക്ബറും ഷാനവാസും തമ്മിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇക്ക ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന് അക്ബർ ചോദിച്ചാൽ അവർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഒട്ടൽ അതോടുകൂടി മാറിപ്പോയിട്ടുണ്ട്. ഷാനവാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന പല പെർഫോമൻസുകൾക്കും വരുന്ന ആഴ്ചയിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആക്ച്വലി അതൊരു ഗെയിം മൂവാണ്. അവർക്ക് വേണമെങ്കിൽ അത് മിണ്ടാതിരിക്കാമായിരുന്നു. ഷാനവാസ് വന്നുകൊണ്ട് മാത്രമാണ് ആ ഗെയിം കുളമായത്. ഞാൻ അല്ലെങ്കിലേ പറഞ്ഞത് നെവിൻ മതി എന്നുള്ളത്, അല്ലെങ്കിൽ ഷാനവാസിനെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് പകരം അത് അക്ബറിൻ്റെ സ്ട്രാറ്റജിയാക്കി അവർ മാറ്റി. അതുപോലെ മറ്റൊരു ഗെയിം മൂവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന കാര്യം, ഈ എവിക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ എണീപ്പിച്ച് നിർത്തിയിട്ട് ആരെയാണ് ഈ കൂട്ടത്തിൽ സേവ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അനീഷ് ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് പുകഴ്ത്തലൊക്കെ കൊടുക്കുകയാണ്. അത് ആക്ച്വലി ഇവർക്കിടയിൽ വന്നിട്ടുള്ള ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് കുറയ്ക്കുക, ഷാനവാസിനെ ആ ഒരു ഒറ്റപ്പെടൽ പരിപാടിയിലേക്ക് വിടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉദ്ദേശങ്ങളോടെയാണ്. പക്ഷേ ലാലേട്ടൻ വളരെ ഭംഗിയായി അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളല്ലേ എന്നിട്ട് ഷാനവാസിനെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ നോമിനേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ
ഉള്ളിൻ്റെ പുറത്ത് വേറെയാണല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രസകരമായിട്ട്. പക്ഷേ അതും ആക്ച്വലി ഒരു ഗെയിം മൂവാണ്. അത് കഴിഞ്ഞ് നേരെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെയാണ് ഈ കൂട്ടത്തിൽ സേഫ് ആക്കണമെന്ന് ആഗ്രഹമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ആദ്യം അനുമോളുടെ പേരാണ് പറയുന്നത്. അതെന്താ അനുമോളെ സെലക്ട് ചെയ്തത്, നിങ്ങളെന്താ അനീഷിൻ്റെ പേര് പറയാത്തത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അവിടെ തൊട്ട് ഷാനവാസ് നല്ലോണം കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അനീഷിനോടായിട്ട് പറയുന്നുണ്ട്, കണ്ടോ അനീഷേ ഇങ്ങനെയൊക്കെയാണ്, ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അതിനൊരു ഒന്നിട്ട് വട്ടം കറക്കുന്നുണ്ട്. പക്ഷേ അനീഷിനെയും ഷാനവാസിനെയും സേഫാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നോമിനേഷൻ്റെ എവിക്ഷൻ്റെ കാര്യമൊക്കെ നമുക്ക് നാളെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ യാത്ര പറയുന്നത്. അതിനുശേഷം ആദില നൂറ ഒരു ഡിസ്കഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈ ഷാനവാസുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അതുള്ളതുകൊണ്ടാണ് തല്ല് കിട്ടിയപ്പോഴും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ അതൊരു ബാധ്യതയായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ കണക്ഷൻസും ഞാൻ വിച്ഛേദിക്കാൻ പോവുകയാണ്, മോൾ എന്നോടൊന്നും പറയരുത് എന്ന് നൂറയോടൊക്കെ ആദില സംസാരിക്കുന്നത് കേട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇവരുടെ ഭാഗത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇക്ക വന്ന് 2 ഡയലോഗൊക്കെ പറഞ്ഞ് ഇച്ചിരി സെൻറ്റി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീഴുന്നു തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മളങ്ങനെ ഒത്തിരി മുൻവിധി വേണ്ടല്ലോ, വരും ദിവസങ്ങളിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ഷാനവാസിനെ കുറിച്ച് 2 വാക്ക് പറയാതെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ കാര്യം തന്നെയാണ്, ബിഗ് ബോസ് ആക്ച്വലി ഇത് നേരത്തെ തടയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ഒരു വാണിംഗ് കൊടുത്താൽ പോരാ, ഇത് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്ന അത്രയും കർശനമായി ഇത് സംസാരിക്കണമായിരുന്നു. അയാളുടെ ഈ മോശം ഭാഷാ പ്രയോഗം, ആളുകളെ അയാൾ ഡീൽ ചെയ്യുന്ന രീതി, പരസ്പര ബഹുമാനം കൊടുക്കാതെയുള്ള അയാളുടെ കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെയും കുറേ മുമ്പേ തന്നെ തിരുത്തപ്പെടേണ്ടതായിരുന്നു. അയാൾ തന്നെ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, അല്ലെങ്കിൽ ഞാൻ വളർന്ന സാഹചര്യം ഇതാണ് എന്നുള്ളതാണ്. ക്ലിയർലി നമ്മുടെ നാട്ടിലെ ഒരു പാട്രിയാർക്കിയൽ സെറ്റപ്പിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് അയാൾ. നിങ്ങൾ ആളുകളെക്കുറിച്ച് പറയുന്നതൊന്ന് കേട്ട് നോക്കി. ഇപ്പോൾ അനീഷിനെ ഞാനാണ് നന്നാക്കിയെടുത്തത്. അത് ലാലേട്ടൻ ഈ എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട്. ജിസേലിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് കൊള്ളാം, ഞാൻ പറയുന്നത് പോലെ കേൾക്കാഞ്ഞുകൊണ്ടല്ലേ നിനക്ക് ആ പ്രശ്നം ഉണ്ടായത്. ആദിലയും നൂറയും ഒക്കെ അയാൾ ഡീൽ ചെയ്യുന്നത് നോക്കൂ. അയാൾ പറയുന്നത് പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ അയാളൊരു സ്നേഹമൊക്കെ കൊടുത്ത്, സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൽ ബഹുമാനമൊന്നും ഉണ്ടാവില്ല, സ്നേഹം കൊടുത്ത് ഞാൻ പറയുന്നതനുസരിച്ചാൽ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ അയാളുടെ ഭാഗത്തുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ അയാൾ പറയുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിനോടെന്ന പോലെയെന്നല്ല, അതിനേക്കാൾ മോശമായി അയാൾ റിയാക്ട് ചെയ്യുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണോ അയാളുടെ ക്യാരക്ടറിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അതിനെ ഏതാണ്ട് തുറന്നു കാണിക്കുക, നശിപ്പിക്കുക, നീ എനിക്കെതിരെ പട നയിച്ചിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പരത്തുന്ന അത്രയും മോശമായി ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഷാനവാസ് പറഞ്ഞ പോലെ ഇത്തരമൊരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അയാൾ വളർന്നിട്ടുള്ള ആ ഒരു സാഹചര്യമാണ് അയാൾ ഇങ്ങനെ ആക്കിയതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അയാൾ വളർന്നതെങ്കിൽ അയാൾ തിരുത്തപ്പെടാനുള്ള സാധ്യത വളരെ കുറവും, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും അയാൾ പറയുന്നുണ്ടല്ലോ, സാബുമോൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞപ്പോൾ, അതായത് ഒരു സുപ്പീരിയർ ഫോഴ്സ് വന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ മാറാം എന്നുള്ള കാര്യം അയാൾ പറയും. പക്ഷേ ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അയാൾ മാറില്ല. സാബുമോൻ വന്ന് ഈ വഴക്കുണ്ടാക്കരുത്, തെറി വിളിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതിന് ശേഷമാണ് അയാൾ ആര്യൻ്റെ മെക്കിട്ട് കയറിയത്. ഈ കാര്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ അടുത്തും അയാൾക്ക് ദേഷ്യമാണ് അയാളുടെ മുഖത്ത് വളരെ എവിഡൻ്റായിട്ട് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇന്നിപ്പോൾ നമ്മൾ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ കാണുന്നത് ആദിലയും നൂറയും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഷാനവാസുമായുള്ള എല്ലാ ഇമോഷണൽ കണക്ഷൻസും ഞാൻ വിച്ഛേദിക്കും എന്ന് പറയുന്ന ആദിലയാണ്. ആദിലയും നൂറയും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ലാലേട്ടൻ വരുന്ന എപ്പിസോഡും ഒക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥ പറയുന്നതാണ്. പക്ഷേ അതൊന്നും അങ്ങനെ പ്രവൃത്തിയിൽ കാണാറില്ല. എങ്കിൽ പോലും ഈ കാര്യം ആദില ചെയ്തു തുടങ്ങുകയാണെങ്കിൽ, ഷാനവാസുമായിട്ടുള്ള ഈ ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രതികരണം മുതൽ ഷാനവാസിൻ്റെ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് എനിമി എന്ന് പറയുന്നത് ആദിലയായിരിക്കും. ഏറ്റവും മോശമായി ആദിലയും നൂറയും ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇനിയിപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നൊരു മൂവ് എന്ന് പറയുന്നത്, അയാൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദിലയും നൂറയും അയാളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻസ് കട്ട് ചെയ്യുമോ ഇല്ലയോ, അയാൾക്ക് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ട്. അത് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ലക്ഷ്മി തന്നോട് ഉപയോഗിക്കുന്ന ഭാഷ നല്ലതാവണം എന്ന് പറയുന്ന വാശി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, ആ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ലക്ഷ്മിയോട് സന്ധി ചെയ്യുക എന്നുള്ളതാണ് ഷാനവാസിൻ്റെ മുന്നിലുള്ള മാർഗ്ഗം. എന്നിട്ട് വീണ്ടും അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ആദിലയെ കുറ്റം പറയാം. നിലവിൽ എന്തായാലും ഷാനവാസിൻ്റെ മെയിൻ ശത്രു, ആസ്ഥാന ശത്രു എന്ന് പറയുന്നത് അത് അക്ബർ തന്നെയാണ്. അക്ബർ ഇത്രയും തനിക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളത് വിഷ്വൽ അടക്കം കാണിച്ചിട്ടും അത് അംഗീകരിക്കാത്ത അക്ബറിൻ്റെ ഒരു മോശം ഗെയിമാണ്, തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന, എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരാളിൽ നിന്ന്
നമ്മൾ ഈ പറയുന്ന ഇതിലൊരു ഹ്യൂമൻ ഇമോഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ കണ്ടിട്ടും അയാളെ ശത്രുവായി തന്നെ കാണാൻ തീരുമാനിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു കാര്യമായ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വീട്ടുകാരെയും അതുപോലെ നേരിട്ടും ഒക്കെ വിളിക്കുന്ന ചീത്തവിളി കാരണം മാനസികമായും ശാരീരികമായും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഷാനവാസും അനീഷും സേഫ് ആയിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും ഇനിയുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാം. നാളത്തെ എപ്പിസോഡിൻ്റെ അനാലിസിസ് വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.